ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് ആലത്തൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആലത്തൂർ പോകുന്ന വഴിയിലെ തൃപ്പാളൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രവർത്തിക്കുന്ന മണ്ണാടിയ ടീ ഷോപ്പ്, 55 വർഷം പാരമ്പര്യമുള്ള ഒരു കുഞ്ഞു ചായക്കട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ചായക്കടയുടെ രുചിവിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, മണ്ണാടിയ ടീ ഷോപ്പിൽ തൂശനായ വാഴയിലയിൽ 4 ഇഡ്ഡലിയും തേങ്ങാ ചട്നിയും മുളക് ചമ്മന്തി ഉണ്ട് അവർ നമുക്ക് കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ്, ആ മൃദുവായ ഇഡ്ഡലിയും ചട്നിയും കൂടി കൂട്ടിയിട്ട് നേരെ ചമ്മന്തിയിൽ മുക്കിയിട്ട് ഒരു ബൈറ്റ് വായിൽ വെച്ചതേ ഓർമ്മയുള്ളൂ. ഉപ്പ് കൂടുതലാണ് ഒരല്പം. അത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരിതായിരിക്കാം. അപ്പോൾ എനിക്കൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ വരും എന്ന് പറയുന്ന പോലെ ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരുന്നതിൽ ഒരു കുറവുമില്ല കേട്ടോ. ആ കടയിൽ ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ നല്ല തിരക്കാണ്. ഫ്രണ്ട്സ്, ഈ തേങ്ങാ ചട്നി മുളക് ചമ്മന്തി കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എൻ്റെ വീടിനടുത്ത് ബാലേട്ടൻ്റെ കട കൊണ്ടൊരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇതേപോലുള്ള കളറിലുള്ള തേങ്ങാ ചട്നി മുളക് ചമ്മന്തി കണ്ടോ അയാൾ നമുക്ക് കഴിക്കാനായിട്ട് തരുന്നത് പോയി കഴിഞ്ഞാൽ. പക്ഷേ ഇതുപോലെയല്ല, കുറച്ച് കട്ടിയിലായിട്ടാണ് അവർ നമുക്ക് ചട്നി തരുന്നത്. പക്ഷേ നല്ല രുചിയാണ് കേട്ടോ ഇത്. ഫ്രണ്ട്സ്, ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം വേസ്റ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ. അതെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ദോശ കൂടി വാങ്ങിച്ച് കഴിക്കാം. ഫ്രണ്ട്സ്, നല്ല കൊട്ടെണ്ണയിൽ ചുട്ട ദോശയുണ്ടത്. അതിൻ്റെ മണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ദോശ ഒരു പീസ് എടുത്ത് ആ ചട്നിയും ചമ്മന്തിയും മുക്കി കഴിച്ചു. പറയാനായിട്ടൊന്നുമില്ല, ഉപ്പ് തന്നെയാണ്. നമ്മൾ ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഫുള്ളായി കഴിച്ച് തീർത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ കഴിച്ചു കേട്ടോ. ഫ്രണ്ട്സ്, ഭക്ഷണം കഴിക്കുന്ന ഫുൾ വീഡിയോ എടുക്കാത്തത് വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലിൻ ടച്ചിനും കൂടി അമർത്താൻ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ കിട്ടലും വീഡിയോ കാണുന്നതായിരിക്കുമല്ലോ. ബൈ ബൈ.